കരീബിയൻ ദ്വീപരാഷ്ട്രമായ ക്യൂബ ദേശീയ പവർ ഗ്രിഡിന്റെ തകർച്ചയെ തുടർന്ന് ഇരുട്ടിലാണ്. തലസ്ഥാനമായ ഹവാനയിലെ ഒരു ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷന്റെ തകരാറിനെ തുടർന്നുണ്ടായ വൈദ്യുതി തടസ്സം 11 രാജ്യത്തെ ദശലക്ഷത്തിലധികം ആളുകളെ ബാധിച്ചു. മാസങ്ങളായി ക്യൂബ ഊർജ്ജ പ്രതിസന്ധി നേരിടുന്നതിനാൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. രാജ്യത്തെ ദുർബലവും കാലഹരണപ്പെട്ടതുമായ വൈദ്യുതി ഉൽപ്പാദന സംവിധാനം ഇടയ്ക്കിടെ ക്യൂബയെ പൂർണ്ണമായും ഇരുട്ടിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട്. വൈദ്യുതി തടസ്സമുണ്ടാകുന്നത് ഒരു പതിവ് സംഭവമായി മാറിയിരിക്കുന്നു. പലപ്പോഴും മണിക്കൂറുകളോളം നീണ്ടുനിൽക്കുകയും പീക്ക് സമയങ്ങളിൽ രാജ്യത്തിന്റെ പകുതിയോളം ബാധിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള വൈദ്യുതി തടസ്സങ്ങളുടെ ആഘാതം ദൂരവ്യാപകമാണ്. ഇത് ക്യൂബക്കാരുടെ ദൈനംദിന ജീവിതത്തെ മാത്രമല്ല, രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ബാധിക്കുന്നുണ്ട്. ദ്വീപിന്റെ പല ഭാഗങ്ങളിലും പാചകം ചെയ്യുന്നതിനും വെള്ളം പമ്പ് ചെയ്യുന്നതിനും വൈദ്യുതി നിർണായകമായതിനാൽ വൈദ്യുതി തടസ്സങ്ങൾ പലപ്പോഴും ഭക്ഷണം, മരുന്ന്, വെള്ളം എന്നിവയുടെ കടുത്ത ക്ഷാമത്തിലേക്ക് കാര്യങ്ങളെ നയിച്ചു. അടിസ്ഥാന ആവശ്യങ്ങൾ പോലും ലഭ്യമാകാത്തത് ക്യൂബൻ ജനതയുടെ ജീവിതം കൂടുതൽ ദുഷ്കരമാക്കിയിരിക്കുന്നു. കൂടാതെ വൈദ്യുതി മുടക്കം സമീപവർഷങ്ങളിൽ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾക്കും കാരണമായിട്ടുണ്ട്. 2021, 22, 24 വർഷങ്ങളിൽ ഊർജ്ജ പ്രതിസന്ധി സർക്കാർ കൈകാര്യം ചെയ്യുന്നതിലുള്ള നിരാശയും അതൃപ്തിയും പ്രകടിപ്പിച്ച് ക്യൂബക്കാർ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. അടിസ്ഥാന സേവനങ്ങളും സൗകര്യങ്ങളും നൽകാൻ സർക്കാരിന് കഴിയാത്തതിൽ ക്യൂബക്കാർക്കിടയിൽ വർദ്ധിച്ചുവരുന്ന അതൃപ്തിയെ ഈ പ്രതിഷേധങ്ങൾ എടുത്തുകാണിക്കുന്നു. ഇറക്കുമതി ചെയ്യുന്ന ഇന്ധനത്തെ ആശ്രയിക്കുന്നതിനാൽ ക്യൂബയിലെ ഊർജ്ജ പ്രതിസന്ധി കൂടുതൽ സങ്കീർണമാകുകയാണ്. ആഗോള ഊർജ്ജ വിപണിയിൽ വിലയിലും വിതരണത്തിലും ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടുന്നതിനാൽ ക്യൂബയുടെ ഊർജ്ജ സുരക്ഷ കൂടുതൽ ദുർബലമാണ്. ഇതിനകം തന്നെ ബുദ്ധിമുട്ടുന്ന രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ വൈദ്യുതി തടസ്സങ്ങളും ഊർജ്ജ പ്രതിസന്ധിയും ബാധിക്കുന്ന ടൂറിസത്തെയും വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു. ഊർജ്ജ പ്രതിസന്ധിക്ക് പുറമെ പ്രകൃതി ദുരന്തങ്ങളെയും വരാനിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയെയും കുറിച്ചുള്ള ആശങ്കകളും ക്യൂബ നേരിടുന്നു. ചുഴലിക്കാറ്റുകൾക്കും മറ്റ് പ്രകൃതി ദുരന്തങ്ങൾക്കും സാധ്യതയുള്ള ഒരു പ്രദേശത്താണ് രാജ്യം സ്ഥിതി ചെയ്യുന്നത്. ഇത് ഊർജ്ജ പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കും. മാത്രമല്ല, കയറ്റുമതിയിലെ കുറവ്, വിദേശ നിക്ഷേപത്തിലെ കുറവും വർദ്ധിച്ചുവരുന്ന വ്യാപാര കമ്മി എന്നിവയുൾപ്പെടെ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ ഗണ്യമായ വെല്ലുവിളികൾ നേരിടുന്നു. ദശലക്ഷക്കണക്കിന് ആളുകളെ ഇരുട്ടിലാക്കിയ ക്യൂബയിലെ വൈദ്യുതി മുടക്കം രാജ്യത്തെ ബാധിക്കുന്ന ഒരു വലിയ ഊർജ്ജ പ്രതിസന്ധിയുടെ ലക്ഷണമാണ്. ഇറക്കുമതി ചെയ്യുന്ന ഇന്ധനത്തെ ആശ്രയിക്കുന്നതും പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള സാധ്യതയും സാമ്പത്തിക വെല്ലുവിളികളും കാരണം പ്രതിസന്ധി കൂടുതൽ സങ്കീർണമാകുന്നു. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ക്യൂബൻ സർക്കാർ തങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുന്നതിലും ഊർജ്ജ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുന്നതിലും ഊർജ്ജ കാര്യക്ഷമത പ്രോത്സാഹിപ്പിക്കുന്നതിലും നിക്ഷേപം നടത്തേണ്ടതുണ്ട്.